വേണ്ട, ഞങ്ങൾ നേരെ തിരിച്ചു പോയിരുന്നു. ഈ രണ്ടെണ്ണം അവിടെ ഏതോ രണ്ട് കളറിനെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വളഞ്ഞു. ഇന്ന് റൂമിലിതൊന്നും തോന്നണില്ല. ഏതായാലും നനഞ്ഞ് കുളിച്ച് അതൊക്കെ അവന് പോകണ്ടാണ്ട്. ഇനി നമുക്ക് കുറച്ച് കോഴിത്തരങ്ങൾ കാണാം. ഇവിടെ നൗഫലുണ്ട്. നൗഫൽ ചേലത്തൂര്. പറഞ്ഞോളി. ചേലത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതായത് ഭയങ്കര പാരമ്പര്യമുള്ള ഒരു കുടുംബമാണ് ചേലത്തൂർ എന്ന് പറഞ്ഞത്. ഈ ചേലത്തൂർ കുടുംബം മെയിനായിട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടപ്പാള്, പോത്തന്നൂർ, നെല്ലാക്കര, മാങ്ങാട്ടൂർ പ്രദേശങ്ങളിലാണ് ചേലത്തൂർ കുടുംബം. അതായത് നമ്മളെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. താങ്കളുടെ ഈ ഒരു വ്ളോഗിൽ അത് ഒതുങ്ങുന്നതാണ്. ചെറുതായി പറഞ്ഞാൽ മതി, അത്ര വലിയതല്ല. താങ്കൾ പറഞ്ഞ പച്ചാട്രി അത് നിങ്ങൾ ഫുള്ള് പറഞ്ഞ പൂട്ടി പോകും. അത് വേണ്ട, ചെറുതായിട്ട്. ഓക്കെ, നേരെ മുൾക്കാത്ത പോലെ മുഖം കാണുമ്പോ എപ്പോഴും തന്നെയല്ലേ. പിന്നെ ഇവിടെ വൈശാഖ് ഉണ്ട്. ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഇങ്ങോട്ട് നോക്കിയേ കാണാം. ആറ്റിറ്റ്യൂഡ് ഇപ്പൊ ഞങ്ങളിപ്പോ എല്ലാരും ഉള്ളത് അൽസിഫിലി നടക്കാൻ വേണ്ടി വന്നാണ്. രാത്രി 12 മണി ആയിക്കണ്. നടക്കാൻ മാത്രം വയനാട്ടല്ലേ, നടക്കാൻ മാത്രം. മാനസികമായ ഒരു മറ്റേ സംതൃപ്തിക്ക് വേണ്ടി നടക്കാറുണ്ട്. അതെ അതെ അതെ, ശരിയല്ലേ? ഒളിമ്പിക് ജ്യോതി ഇതിനാണ് എസെൻസിലേക്ക് കൊണ്ടുപോയി. ഒളിമ്പിക്സ് സ്റ്റാർട്ട് ആകുമ്പോൾ എല്ലാ കൊല്ലം അവിടെ നിന്ന് കൊണ്ട് അതിന്റെ അഹങ്കാരം ഒന്നുമില്ല. കാണുന്നതാണ് ദുബായ് അൽസീഫിലെ സൂക്കിൽ കാണുന്ന പുരാതനമായ അൽ ഒട്ടകം, കുതിര, അൽമ്യാനു, പാമ്പിനെ പിടിച്ചാണ് പാമ്പ്. പാമ്പല്ലാതെ അമ്പൊന്നുമില്ലല്ലോ. തലയില്ലാത്ത പാമ്പ്, ഇരുതല കോരിയുണ്ട്. ഇതൊക്കെ അവിടുത്തെ ഭടന്മാരായിരുന്നു. ഇത് കട്ടപ്പല്ലേ? കട്ടപ്പ, ബാഹുബലി കട്ടപ്പേരുണ്ട്. ഇതട്ടാ വലിയ കത്തി, ഓറയിലിടാത്ത വാള്. ഇതൊരു സിനിമ കാണുന്ന TV. രാത്രി 1 മണിക്ക് വന്നിട്ട് ഇവിടെ പൂട്ടി കെട്ട കട കയറിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ നോക്കി. പാമ്പൊക്കെ ഉണ്ടാവും. തിരുവനന്തപുരം ഡാഡി എല്ലാരും മമ്മി തപ്പിച്ചത്. ആ മമ്മിയാ തുന്നിന്ന് തയ്യൽ മെഷീനാണ്. എന്റെ മോനെ സൈഡിക്ക് മറിഞ്ഞു വീണ സാധനം എടുത്തു വെച്ച് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ച് റൂമിലോട്ട്. അപ്പം അതിനിടെ കുറേ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. ഇവിടെ ലവ് കണ്ണാടിയൊക്കെ ഉണ്ട്. വരും, ഇതാണ് അൽസീഫിലെ ലവ് കണ്ണാടി. ലവ് കണ്ണാടി, ലവ് കണ്ണാടി. വേണ്ട, ഞങ്ങൾ നേരെ തിരിച്ചു പോയിരുന്നു. ഈ രണ്ടെണ്ണം അവിടെ ഏതോ രണ്ട് കളറിനെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വളഞ്ഞു. ഇന്ന് റൂമിലിതൊന്നും തോന്നണില്ല. ഏതായാലും നനഞ്ഞ് കുളിച്ച് അതൊക്കെ അവന് പോകണ്ടാണ്ട്. ഇനി നമുക്ക് കുറച്ച് കോഴിത്തരങ്ങൾ കാണാം.
അത് കണ്ടില്ലട്ടാ. കോഴിക്കാന്ത്. ആ അത് നിങ്ങൾ രണ്ടാളും പറയണ്ട്. ഇതാണ് അവര് പണ്ട് ഇവിടെ നെണ്ടിനെ പിടിച്ചിരുന്ന ആ ഒരു നെറ്റാണിത്. ആ ഇതിങ്ങനെ അടിക്കിടും. അപ്പൊ 2 ഹോളിനുള്ളിൽ കൂടി നെണ്ടിങ്ങനെ വന്നിട്ട് അപ്പൊ ഒരു വലിച്ച് മേലക്കിടും. എല്ലടോ അടവുണ്ടല്ലോ. വേണ്ട ഇവിടെ കണ്ടില്ലേ മീൻ കയറി ഉള്ളിക്ക് വരില്ല, ഞണ്ടാണ് ഉള്ളിക്ക് വരില്ല. പക്ഷേ ശ്വാസം കിട്ടാൻ വേണ്ടി അവിടെ നില അടക്കുണ്ടാവും. അടക്കുണ്ടാവും സംഭവം അതന്നെ. അതിന്റെ ഉള്ളില് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഇട്ട് കൊടുക്കും. ഇതിൽ കൂടി മീൻ കയറും. അയ്യോ ഇപ്പൊ തന്നെ വീണാന്. സുഖമില്ലാത്ത പ്രാവാ. സുഖമില്ലാത്ത പ്രാവ്. അതെ അതുകൊണ്ട് കാണും. ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ വരണം പോവാനുള്ള. അത് ലാസ്റ്റ് വന്ന മീ പോയത് അത് അതാദ്യം പറയും. ഏത് കൊല്ലത്തിലാണ്? അടുത്ത കൊല്ലം നാട്ടിലേക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. നാട്ടിൽ പോയിട്ട് വരുമ്പോ ഞാൻ അങ്ങനെ അടിച്ചിട്ട് ഫുഡൊക്കെ കടിച്ചിട്ട് ഇങ്ങനെ സെറ്റായിട്ട് വരും. എന്നിട്ട് ഇവിടെ ഉണ്ടൊരു പോക്കുണ്ട് ജിമ്മിന്. ആഴ്ചയില് മാസത്തിൽ 2 ദിവസം പോക്കുണ്ട്. ജിമ്മിന് നടക്കാം. തലപ്പൊടിച്ചെത്തിട്ട് താഴെ തടിയുള്ളൂ ഇലകളും ഇതാ തന്നെ. ഞാൻ അടുത്ത പരിപാടി ചായ. നൗഫലിന്റെ ഒക്കെ നല്ല ഫ്രഷ് മിൽക്ക് ചായ. അതെ നൗഫലിന്റെ അസുഖം നൗഫലിന്റെ വക. ആ ഇവിടെ പാർക്കിംഗ് ഉണ്ടല്ലേ. എന്റെ വണ്ടി അവിടെ ഇടും. ഞാൻ അവിടുന്ന് ഇവിടെ ഇല്ല ഞാൻ ചാവി എടുത്ത് എനിക്ക് അവിടുന്ന് ഇവിടെ കിട്ടാനുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പാർക്കിങ് ഈ റെസ്റ്റോറൻറ്റ് അവിടെ പാർക്ക് ഇട്ടതുകൊണ്ട് ഞാൻ അവിടെ ഇട്ടതാണ്. നാളെ വന്നു ഇനി പെട്ടെന്നോ. ഓക്കെ ഓക്കെ. പിന്നെ അവർ നൗഫൽ പോയിട്ടുണ്ട് വണ്ടി എടുത്ത് പാർക്ക് ചെയ്യാൻ. അപ്പോൾ ഇതൊരു മത്സരമാക്കി എടുക്കരുത്. പതുക്കെ കൊണ്ട് എടുത്ത് കൊടുത്തിട്ടാൽ മതി. അതിൻ്റെ ആവശ്യമില്ല. ഈ ഓടിക്കാനാവുമ്പോ ഞാൻ പറയാം. അപ്പൊ ഞങ്ങൾ പറയാം. അപ്പൊ ഈ ഓടിച്ച നൗഫൽ വണ്ടി 2 പോയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ. ഇതോ റിവേഴ്സ് അടിച്ച് പാർക്ക് ചെയ്യുന്നുണ്ട്. കുറേ നേരമായിട്ട് മിഠായി ഉണ്ടാക്കണം അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയിട്ട്. ഇന്നൊരു തീരുമാനമാക്കിയിട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതാ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് വിജയിച്ച് വിജയലാളിതനായിട്ട് നൗഫൽ വരുന്നുണ്ട്. ആരാണ് ഇന്ന് നൗഫലിനൊക്കെ ചായ ഉറപ്പിച്ച് ഫിക്സ് വണ്ടി പാർക്ക് ചെയ്ത സന്തോഷം എന്നാ ഉറപ്പിച്ച്. നൗഫല് പറയുന്നുണ്ട് ഇവിടുത്തെ സ്പാക്ക് ഓപ്പൺ ആണെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ട് ഈ സ്പാല് കയറണമെങ്കിൽ ഇതാ ഈ പോണ ആളെ നൗഫൽ ചേലത്തു എന്ന് പറഞ്ഞാൽ മതി. സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ചായ മധുരം ചായൻ്റെ കൂടെ കടിയും വേണം. ചായൻ്റെ കൂടെ കടിയും. ആ ചായയുടെ പഴംപൊരി ഉണ്ട്. പഴംപൊരി സമൂസ ഒരു പഴംപൊരി എനിക്ക് പഴംപൊരി തന്നെ. ശർമ്മട പഴംപൊരി ആണോ? പഴം ആ
അണേ 3 പഴംപൊരി. ആ ആ പഴംപൊരി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് ചെറുപ്പിലൊരു ഇതുപോലെ ഇത് വെച്ച ഇതിനും ഉണ്ട്. അയ്യോ എന്താണ് ഇത് റൈറ്റിന്റെ ആണോ ഇത് ലെഫ്റ്റിന്റെ അല്ലേ? ചായ വന്നു, ടിഷ്യൂ വെച്ച് അങ്ങനെ എടുക്കുക. പഴംപൊരി വന്നു. ദിസ് ഇസ് വലുതോക്കി എടുക്കാം. ബായക്കപ്പൊരി. നല്ല ചൂടാക്കിയല്ലോ. ഇച്ചിരി പകുതി മതിട്ടോ. ഇതിൽ വലുതോക്കി എടുക്കാൻ പോയത് ഇയാളെന്നെ മേലെ കൂടി ഇട്ടിട്ട് എടുക്കാനും പറ്റും. വലുത് വേണം അതിന്റെ മേലെ പഴംപൊരി മരിച്ചിക്കണ്. കെടുക്കണോ പഴംപൊരിയൊക്കെ മരിച്ചിക്കണ്. രതീഷിനോട് കൊണ്ടുവരാൻ പറയടാ. ഭയങ്കര കിട്ടണം. എന്താടാ കൊണ്ടുവരണമെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് എടുക്കണം.